ഓക്കെ. സോ നമ്മുടെ ഇനോർഗാനിക് അനാലിസിസിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മീൻസ് പ്രാക്ടിക്കലി വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് സോൾട്ട് അനാലിസിസ്. ഇത് നമുക്ക് 8 മാർക്കിനാണ് വരുന്നത്. ഓക്കെ. സോ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സോൾട്ട് അനാലിസിസ് എന്ന് പറയുമ്പോൾ ഒരു സോൾട്ടാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു സോൾട്ടിൽ ഒരു ആനയോൺ ഉണ്ടായിരിക്കും, ഒരു കാറ്റയോൺ ഉണ്ടായിരിക്കും. അപ്പൊ അത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആ ഒരു എന്താ പറയാ ഒരു സ്കീമാണ് ഇവിടെ ആക്ച്വലി കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സ്കീമിന്റെ ബേസിസിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഈ സോൾട്ട് അനാലിസിസ് ചെയ്യാൻ. ഓക്കെ. അപ്പൊ എപ്പോഴും ഒരു സോൾട്ട് തുടങ്ങുന്ന സമയത്ത് നമുക്ക് 3 സ്റ്റെപ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ദ പ്രിലിമിനറി അനാലിസിസ്, ദെൻ ആനയോൺസ്, ദെൻ യു ഹാവ് ടു ഫൈൻഡ് ദി കാറ്റയോൺസ്. ഇങ്ങനെയാണ് ആ ഒരു രീതി പോകുന്നത്. അപ്പോൾ പ്രിലിമിനറി അനാലിസിസിൽ നമുക്ക് മെയിൻ ആയിട്ട് 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന് ഫ്ലെയിം ടെസ്റ്റും, ഒന്ന് ആഷ് ടെസ്റ്റും. ഓക്കെ. അപ്പോൾ ഫ്ലെയിം ടെസ്റ്റും ആഷ് ടെസ്റ്റും എപ്പോഴും നിങ്ങൾക്ക് തിരികെ പോകുന്നുണ്ട്. അതായത് ഫ്ലെയിം എന്ന് പറയുന്നത് എപ്പോഴും ഫ്ലെയിമിന്റെ കളറാണ് നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി ആഷ് എന്ന് പറയുമ്പോഴോ, നമ്മൾ ആഷ് പ്രിപ്പയർ ചെയ്യണം ഫസ്റ്റ്, എന്നിട്ട് ആഷിന്റെ കളർ നോട്ട് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഫ്ലെയിം ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 ടൈപ്പ് ഫ്ലെയിം കിട്ടും. ഗ്രീൻ ആണെങ്കിൽ ബേരിയം ആണ്, ക്രിംസൺ റെഡ് ആണെങ്കിൽ സ്ട്രോൺഷ്യം, ദെൻ ബ്രിക്ക് റെഡ് ആണെങ്കിൽ കാൽഷ്യം. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ മീൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, ഫ്ലെയിം നമുക്ക് അത്യാവശ്യം നന്നായിട്ട് കിട്ടുന്ന വരുന്ന ഒരു ടെസ്റ്റ് ആണ്. ഈ 3 പേരും വരുന്നത് ഒരു ഗ്രൂപ്പിലാണ്. ഏത് ഗ്രൂപ്പാണ്? ദാറ്റ് ഇസ് ദ ഫിഫ്ത് ഗ്രൂപ്പ്. ഈ 5-മത്തെ ഗ്രൂപ്പിലാണോ അല്ലേ എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് യൂസ് ചെയ്താൽ മതി? ഈ പറയുന്ന ഫ്ലെയിം ടെസ്റ്റ് യൂസ് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ 5-മത്തെ ഗ്രൂപ്പിലാണ് നമ്മുടെ കാറ്റയോൺ എങ്കിൽ അത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ജസ്റ്റ് ഈ കളർ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അപ്പൊ അതാണ് ഫസ്റ്റ് വരുന്ന ഫ്ലെയിം ടെസ്റ്റ്. ഇതില് മെയിൻ ആയിട്ട് നോട്ട് ചെയ്യേണ്ട വേറൊരു കാര്യം ഇതാണ്, ഫ്ലെയിം ടെസ്റ്റ് എപ്പോഴും വാച്ച് ഗ്ലാസ്സിലാണ് ചെയ്യേണ്ടത്. ഓക്കെ. നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണ്, വാച്ച് ഗ്ലാസ് എടുക്കുക, അതിൽ ഗ്ലാസ് റോഡ് ഡിപ്പ് ചെയ്ത് സോൾട്ടിന്റെ ഈ കോൺസെൻട്രേറ്റഡ് HCl ഒരു പേസ്റ്റ് ഉണ്ടാക്കി അത് ആ ഫ്ലെയിമിൽ കൊണ്ട് കാണിക്കുക. ഫ്ലെയിമിന്റെ കളറാണ് നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് ഇസ് ആഷ് ടെസ്റ്റ്. ആഷ് എങ്ങനെ ചെയ്യാം? അതിന് നമ്മൾ ആദ്യം ആഷ് ഉണ്ടാക്കണം. ആഷ് ഇവിടുന്ന് കിട്ടും, പേപ്പർ കത്തിച്ചാലേ നമുക്ക് ആഷ് കിട്ടുള്ളൂ. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇത് എന്തിലിട്ട് കത്തിക്കണം? ടെസ്റ്റ് ട്യൂബില്. ഓക്കെ. ഇത് ടെസ്റ്റ് ട്യൂബ് എടുക്കുക, അതിൽ എന്ത് ആഡ് ചെയ്യണം? കുറച്ച് സോൾട്ട് ആഡ് ചെയ്യണം, കുറച്ച് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആഡ് ചെയ്യണം, ദെൻ കൊബാൾട്ട് നൈട്രേറ്റ്. ഒന്നില്ലെങ്കിൽ മറ്റേ സൊല്യൂഷൻ ആയിട്ട് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സോൾട്ടിന്റെ ഫോമിൽ അല്ലെങ്കിൽ സോളിഡ് ഫോമിൽ ഉണ്ടായിരിക്കും റോസ് കളർ. ഇത് മൂന്നും നമ്മുടെ ടെസ്റ്റ് ട്യൂബിൽ മിക്സ് ചെയ്തതിനു ശേഷം ഒരു ഫിൽറ്റർ പേപ്പർ എടുത്ത് ചുരുട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ഒരു സൊല്യൂഷനിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്ത് എന്ത് ചെയ്യുക, നമ്മൾ കത്തിക്കുക. അപ്പൊ കത്തിക്കുമ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യും? ആഷ് ഫോം ചെയ്യും. എന്നിട്ട് ആ ആഷിന്റെ കളർ നോട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, ഏത് കാറ്റയോൺ ആണെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കളറ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഷ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സോൾട്ട് ഒരു 1-2 സ്പൂൺ ഇട്ടിട്ട് ചെയ്യുക. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും നന്നായിട്ട് കളർ കിട്ടും. ഒരു 3 സ്പൂണൊക്കെ എന്തായാലും ഇട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ നിങ്ങളുടെ സോൾട്ട് ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ. അപ്പൊ ഇനി സോൾട്ട് ഇവിടെ ആഷിൽ കിട്ടുന്ന സമയത്ത് കാറ്റയോൺ 3 ഓപ്ഷൻസാണ് നിങ്ങൾക്ക് വരിക. ഒന്നില്ലെങ്കിൽ ബ്ലൂ കളർ ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രീൻ ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ പിങ്ക് ആയിരിക്കും. അപ്പൊ ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ ഏതാണ് കാറ്റയോൺ? അലുമിനിയം ആണ്. ഓക്കെ. അലുമിനിയം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അത് ഏത് ഗ്രൂപ്പാണ്? തേർഡ് ഗ്രൂപ്പാണ്. ഇനി അടുത്തത് ഗ്രീൻ. ഗ്രീൻ കിട്ടിയ ഏത് ഗ്രൂപ്പാണ്? സിങ്ക് ആണ്. സിങ്ക് ഏത് ഗ്രൂപ്പാണ്? 4 ആണ്. ഇനി ഇത് രണ്ടും കിട്ടിയില്ല, നിങ്ങൾക്ക് ഒരു പിങ്ക് ഷെയ്ഡ്, അതായത് ഒരു ചന്ദന കളർ ഷെയ്ഡാ കിട്ടുന്നുണ്ടെങ്കിൽ അത് സിക്സ്ത് ഗ്രൂപ്പാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പ്രിലിമിനറി ചെയ്യുമ്പോൾ തന്നെ 4 ഗ്രൂപ്പ് കിട്ടുകയാണ്. അതായത് 3, 4, 5, 6. ഓക്കെ. 1ഉം 2ഉം മാത്രം, 1ഉം 0ഉം മാത്രമേ പിന്നെ ബാക്കിയുള്ളൂ. 2ഉം 1ഉം കോമൺ ആണ്. അപ്പൊ അതിൽ ഒരെണ്ണം കിട്ടിയാൽ മതി. അപ്പൊ നമുക്കിനി ബാക്കി കണ്ടുപിടിക്കേണ്ട ഒന്നില്ലെങ്കിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ 1 ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇത് രണ്ടും കിട്ടിയിട്ടില്ലെങ്കിൽ ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? കാറ്റയോൺ ഏതാന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അത് നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും വാട്ട് എവർ യുവർ റിസൾട്ട് ഇസ്, യു ഹാവ് ടു കീപ് ദാറ്റ് റിസൾട്ട് ഇൻ യുവർ മൈൻഡ്. ഓക്കെ. അതവിടെ വെക്കുക. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? നെക്സ്റ്റ് ആനയോൺസ് അനലൈസ് ചെയ്യാൻ വേണ്ടി പോവുക. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഫ്ലെയിം ചുവപ്പാണ് അല്ലെങ്കിൽ പച്ചയാണ്. ഓക്കെ. അപ്പൊ ബേരിയം ആയിരിക്കും എന്ന് പറഞ്ഞത് അവിടെ വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? ആനയോൺസ് കണ്ടുപിടിക്കാൻ പോകണം. അല്ലാതെ നേരെ അപ്പൊ തന്നെ പോയി കാറ്റയോൺസ് ചെയ്യരുത്. ഫസ്റ്റ് യു ഹാവ് ടു റിപ്പോർട്ട് ദ ആനയോൺസ്. ഇനി ആനയോൺസ് ചെയ്യുമ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് ഇവിടെ 3 ടെസ്റ്റേ ചെയ്യാനുള്ളൂ. നോക്കിക്കേ. 1, 1, 2, then last one, 3.
ഇതില് ആദ്യത്തെ കാറ്റഗറി, അതായത് കുറച്ച് സോൾട്ട് ഇടുക, എന്നിട്ട് ഡൈലൂട്ട് H2SO4 ഒഴിക്കുക. ഒഴിക്കുന്ന സമയത്ത് ബ്രിസ്ക് എഫർവസൻസ് വരും. അതായത് ഇങ്ങനെ ഗ്യാസ് മോളിക്യൂൾസ് മുകളിലേക്ക് ഇങ്ങനെ പോലെ ഇങ്ങനെ പൊന്തി വരും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബ്രിസ്ക് എഫർവസൻസ് എന്ന് വിളിക്കുക. അതുണ്ടെങ്കിൽ ഏതായിരിക്കും? കാർബണേറ്റ് ആയിരിക്കും. ഓക്കെ, ഈ കാർബണേറ്റ് ഇവിടെ എഫർവസൻസ് വരാനുള്ള കാരണം ബിക്കോസ് ഓഫ് ദി എവല്യൂഷൻ ഓഫ് CO2 ഗ്യാസ്. ആ ഗ്യാസ് അവിടെ വരുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? കാർബണേറ്റ് എന്ന് പറയുന്ന ആ ഒരു ആനിയോൺ അതിൽ പ്രസന്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? H2SO4 ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് വരും. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്ക് കിട്ടാണെങ്കിൽ ഫസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുക. ഇതിൽ സൾഫൈഡ് നമ്മൾ അങ്ങനെ വെക്കാറില്ല. ഇനി ഉണ്ടെങ്കിലും എന്തായിരിക്കും? ഒരു ഇങ്ങനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഒരു ചീഞ്ഞ മുട്ടയുടെ ഒരു മണം വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ സൾഫൈഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതാണ് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ്. ഈ ഒരു കോളത്തിൽ എഴുതിയത് ഫുൾ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റുകളാണ്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഐഡന്റിഫിക്കേഷൻ ചെയ്യുമ്പോൾ ആദ്യം ഇത് ചെയ്യും, നമ്പർ 1. അതിൽ ഈ 2 ഓപ്ഷൻസ് ഉള്ളത്. അപ്പൊ അഥവാ നമുക്ക് ബ്രിസ്ക് എഫർവസൻസ് കിട്ടിയ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഐഡന്റിഫിക്കേഷൻ കിട്ടിയ നമ്മൾ എന്ത് ചെയ്യുക? നേരെ ഇതിന്റെ കൺഫർമേഷനിലേക്ക് പോവുക. ഓക്കെ, അപ്പൊ ഇതാണ് ഇപ്പൊ നമുക്ക് ഫസ്റ്റ് കിട്ടിയെങ്കിൽ എന്ത് ചെയ്യുക? ഇതിന്റെ കൺഫർമേഷൻ ചെയ്യാൻ സോൾട്ടിന്റെ സൊല്യൂഷൻ എടുക്കുക, കുറച്ച് ബീരിയം ക്ലോറൈഡ് ആഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അത് ഇത്തിരി ഡയലൂട്ട് HCl ഒഴിക്കുമ്പോൾ സോല്യൂബിൾ ആയിട്ട് വരും ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് കൺഫേം ചെയ്യാം നിങ്ങളുടെ ആനയോൺ ഏതായിരിക്കും? കാർബണേറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് അഥവാ ഈ ബ്രിസ്ക് എഫർവസൻസ് കിട്ടിയില്ല എന്ന് വിചാരിക്കുക, ഇവിടുന്ന് ഫസ്റ്റ് തന്നെ ഒരു റിയാക്ഷനും ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ഇതാണോ നോക്കണം. അത് നമ്മുടെ സ്മെല്ല്, മുട്ടയുടെ സ്മെല്ല്. അതും അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ സെക്കൻഡ് 1 ചെയ്യണം. അതായത് ആദ്യത്തെ ഈ സെറ്റിൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ നേരെ നിങ്ങൾ എങ്ങോട്ട് വരിക? ഇവിടേക്ക് വരിക. ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് സോൾട്ടിനെ എടുത്തിട്ട് കുറച്ച് കോൺസെൻട്രേറ്റഡ് H2SO4 വെച്ചിട്ട് ഹീറ്റ് ചെയ്യാം. ആക്ച്വലി ഈ ടെസ്റ്റിൽ നിങ്ങൾക്ക് 1, 2, 3, 4, 5 എണ്ണം ഒരുമിച്ച് കിട്ടും. ഒരുമിച്ചല്ല, 5 എണ്ണത്തിന് ചെയ്യാൻ ഒരൊറ്റ ടെസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ സപ്പോസ് നിങ്ങൾ ഇങ്ങനെ ഇട്ട സമയത്ത് കോൺസെൻട്രേറ്റഡ് H2SO4 ഹീറ്റ് ചെയ്ത സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഒരു ഗ്ലാസ് റോഡ് നമ്മുടെ അമോണിയയിൽ മുക്കിയിട്ട് റെഡി ആക്കിയിട്ട് വെക്കണം. എന്തിൽ കാണിക്കണം? ഈ ഹീറ്റ് ഇതിന്റെ മൗത്തിൽ കൊണ്ടേ കാണിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര ഡെൻസ് ആയിട്ടുള്ള വൈറ്റ് ഫ്യൂംസ് വരുന്നത് കാണാം. ഓക്കെ, അപ്പൊ അങ്ങനെ വൈറ്റ് ഫ്യൂംസ് വരുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അത് ക്ലോറൈഡ് ആയിരിക്കും. ഓക്കെ, ക്ലോറൈഡ് ഐഡന്റിഫിക്കേഷൻ ആണ് ഇത്. ഇനി അതല്ല, നിങ്ങൾ ഇത് ഇട്ട സമയത്ത് ഒരു റെഡിഷ് ബ്രൗൺ ഗ്യാസ്, നിങ്ങൾക്ക് അറിയാം ബ്രോമിൻ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് ചുമ വരും. അതുപോലെ തന്നെ ഭയങ്കര ഒരു ഓറഞ്ചിഷ് കളർ ആയിട്ടുള്ള ഒരു ഗ്യാസാ വരിക. ചിലപ്പോൾ ഒഴിക്കുമ്പോൾ തന്നെ വരും, ഹീറ്റ് ചെയ്യേണ്ട കാര്യം കൂടി ഉണ്ടാവില്ല. ഓക്കെ, അപ്പോ അതാണെങ്കിൽ ബ്രോമിൻ ആയിരിക്കും. നമ്മുടെ അയഡിൻ നമ്മൾ അങ്ങനെ വെക്കാറില്ല. ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ വയലറ്റ് കളർ ആയിരിക്കും. ഓക്കെ, ഇത് രണ്ടുമാണ് കൂടുതൽ കോമൺ ആയിട്ട് നമ്മൾ വെക്കാറ്. ഓക്കെ, വയലറ്റ് കളർ ആണെങ്കിൽ ബ്രൗൺ മീൻസ് അയഡിൻ ആയിരിക്കും. അപ്പൊ ഇത് മൂന്നും, സപ്പോസ് നമുക്ക് ക്ലോറിൻ ആണ് കിട്ടിയെന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യണം? ഐഡന്റിഫിക്കേഷൻ കിട്ടിയെങ്കിൽ നേരെ എങ്ങോട്ട് പോകണം? നമ്മുടെ കൺഫർമേഷൻ ചെയ്യാൻ പോകണം. അതല്ല കിട്ടിയില്ലെങ്കിൽ നേരെ എങ്ങോട്ട് വരണം? നമ്മുടെ ബ്രോമിൻ ആണോ നോക്കുക. അത് ഒറ്റയടിക്ക് കിട്ടും. ഈ ഒരു കോൺസെൻട്രേറ്റഡ് H2SO4 വെച്ച് ഹീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിൽ മൂന്നിലും ഏതാണ് വെച്ചാൽ ഏതെങ്കിലും ഒന്ന് കിട്ടും. രണ്ടും കൂടി ഒരുമിച്ച് കിട്ടില്ല. അപ്പൊ ഏതാണോ കിട്ടിയ അതിന്റെ കൺഫർമേഷനിലേക്ക് പോവുക. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്നിനും, നമ്മുടെ ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ മൂന്നിനും ഒരൊറ്റ കൺഫർമേഷൻ ആണ്, ഒരു കോമൺ കൺഫർമേഷൻ ആണ് ഇതിന്. അതാണ് ഇതിന് മൂന്നിനും കൂടി ഞാൻ ഒരെണ്ണം എഴുതിയിരിക്കുന്നത്. സോൾട്ടിന്റെ സൊല്യൂഷൻ എടുക്കുക, കുറച്ച് നൈട്രിക് ആസിഡ് ഒഴിക്കുക, എന്നിട്ട് ബോയിൽ ചെയ്യണം, കൂൾ ചെയ്യണം എന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് എന്തൊഴിക്കാം? സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യാം. ദിസ് ഇസ് സിൽവർ നൈട്രേറ്റ്. ഓക്കെ, അപ്പൊ തന്നെ നിങ്ങൾക്ക് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഇനി പ്രസിപ്പിറ്റേറ്റിന്റെ കളർ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാൻ പറ്റും ക്ലോറിൻ ആണോ ബ്രോമിൻ ആണോ അയഡിൻ ആണോ. ഓക്കെ, നല്ല വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടിയെന്ന് വെച്ചെങ്കിൽ അത് ക്ലോറിൻ ആയിരിക്കും. അതല്ല ചെറിയൊരു ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ടെങ്കിൽ അത് ബ്രോമിൻ ആവാനാണ് ചാൻസ്. ഇനി നല്ല യെല്ലോ കളർ ആണെങ്കിലാണ് ഏതാവാനുള്ള ചാൻസ്? അയഡിൻ ആവാനുള്ള ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ അയഡിന് ചാൻസ് ഇത്തിരി കുറവാണ്. പക്ഷെ അഥവാ നമ്മൾ തന്നാൽ നമ്മൾ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ രണ്ടാമത്തെ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ക്ലോറിനും ബ്രോമിൻ ആണെങ്കിൽ അപ്പൊ ആ സ്പോട്ടിൽ തന്നെ നമുക്ക് മനസ്സിലാവും. വേഗം എന്ത് ചെയ്യുക? ഇതിന്റെ കൺഫർമേഷൻ ചെയ്യുക. ഇപ്പൊ രണ്ടും എന്ത് ചെയ്യും? നമുക്ക് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഇത് കുറച്ച് വൈറ്റ് കളർ ആയിരിക്കും, ഇത് കുറച്ച് ലൈറ്റ് യെല്ലോ ആയിരിക്കും. ഓക്കെ, പിന്നെ ഇവിടെ തന്നെ നമുക്ക് ആക്ച്വലി കറക്റ്റ് മനസ്സിലാവും. അപ്പൊ പിന്നെ ഇതൊന്ന് പ്രസിപ്പിറ്റേറ്റ് കിട്ടി ഓട്ടോമാറ്റിക്കലി ഏതാണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്ലിയർ ആവും. ഓക്കെ, ഇനി അതല്ല ഇവരാണെങ്കിലോ, നൈട്രേറ്റോ അസറ്റേറ്റ് ആണെങ്കിലോ, നൈട്രേറ്റ് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ചൂടാക്കി അല്ലെ, ഗ്ലാസ് റോഡ് വെച്ചപ്പോൾ ഫ്യൂംസ് ഒന്നും വന്നില്ല, ഒരു ഓറഞ്ച് കളർ ഗ്യാസും വന്നില്ല. ഇങ്ങനെയാണെങ്കിൽ പിന്നെ വയലറ്റ് കളറും വന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം?
ഓൾറെഡി ഇതിങ്ങനെ ചൂടാക്കി ഇരിക്കുകയാണല്ലോ, അതിലേക്ക് ചെറിയൊരു പേപ്പർ ബോൾ ഇട്ട് നോക്കണം. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഭയങ്കര ഒരു ബ്രൗൺ കളർ ഗ്യാസ് വരും ഈ പേപ്പർ ബോൾ ഇടുമ്പോൾ. അതാണെങ്കിൽ ഏതാണ്? അത് നൈട്രേറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് നൈട്രേറ്റ് ആണെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ പെട്ടെന്ന് ഈ മുകളിൽ പറഞ്ഞ രണ്ട് വന്നില്ലെങ്കിൽ നമ്മൾ പേപ്പർ ബോൾ ഇട്ട് നോക്കണം. ഇനി അതും അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒരു വിനാഗിരിയുടെ സ്മെല്ല് വരുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അപ്പൊ ഏതായിരിക്കും? വിനാഗിരിയുടെ സ്മെല്ലാണെങ്കിൽ നമ്മുടെ ആനയോൺ അസറ്റേറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നൈട്രേറ്റ് ആണെന്ന് വിചാരിക്കുക. നൈട്രേറ്റ് ആണെങ്കിൽ പിന്നെ നിങ്ങൾ നെക്സ്റ്റ് എന്താ ചെയ്യണം? അതിന്റെ കൺഫോർമേഷനിലേക്ക് പോകണം. നിങ്ങൾക്ക് ഇവിടെ ഏതെണ്ണം ഇവിടെ കിട്ടിയാൽ പിന്നെ നിങ്ങൾ ഡയറക്റ്റ് ഈ ഡയറക്ഷനിലാണ് പോകേണ്ടത്. ഓക്കെ, അപ്പം ബ്രൗൺ ഗ്യാസ് കിട്ടി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നൈട്രേറ്റിന്റെ ബ്രൗൺ റിംഗ് ടെസ്റ്റ് ആണ് കൺഫർമേഷൻ. അത് ചെയ്ത് നോക്കും. അപ്പൊ അതിനെന്താ ചെയ്യുക? രണ്ട് ടെസ്റ്റ് ട്യൂബ് എടുക്കണം. ഇതൊരു ടെസ്റ്റ് ട്യൂബ്, പിന്നെ വേറൊരു ടെസ്റ്റ് ട്യൂബ്. ഓക്കെ, അപ്പൊ ഒരെണ്ണത്തിൽ എന്തെടുക്കുക? സോൾട്ടിന്റെ സൊല്യൂഷനും കോൺസെൻട്രേറ്റ് H2SO4 ടെസ്റ്റ് ട്യൂബ് 1. പിന്നെ രണ്ടാമത്തേൽ എന്ത് ചെയ്യണം? ഒരു ഫെറസ് സൾഫേറ്റിന്റെ കുറച്ച് സൊല്യൂഷൻ ഉണ്ടാക്കണം. ഒരു പച്ച കളർ സോൾട്ട് ആണ്, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിന്റെ സൊല്യൂഷൻ ആക്കും. എന്നിട്ട് ഈ ഫെറസ് സൾഫേറ്റ് സൊല്യൂഷനെ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യത്തെ നമ്മുടെ സോൾട്ട് ഇട്ടിട്ടുള്ള എന്താ പറയാ ടെസ്റ്റ് ട്യൂബ് ഉണ്ടല്ലോ, അതിലേക്ക് ഇതിനെ ഒഴിക്കണം. ഈ ഫെറസ് സൾഫേറ്റിനെ എന്ത് ചെയ്യണം? ഫെറസ് സൾഫേറ്റും നമ്മൾ രണ്ട് ടെസ്റ്റ് ട്യൂബ് ഉണ്ട്. അപ്പൊ ഫെറസ് സൾഫേറ്റിനെ എന്ത് ചെയ്യുക? ആ പച്ച കളർ സൊല്യൂഷൻ ഇതിലേക്ക് നമ്മുടെ സോൾട്ട് ഉള്ള ഇതിലേക്ക് ഒഴിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു എന്താ പറയാ ഒരു ജംഗ്ഷനിൽ അല്ലെങ്കിൽ ആ ഒരു സൊല്യൂഷന്റെ മുകളിലായിട്ട് ഒരു ബ്രൗൺ റിങ് ഫോം ചെയ്യും. ഓക്കെ, അതേതാണ് നൈട്രേറ്റ് നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ പറ്റും. പിന്നെ പറഞ്ഞു സെക്കൻഡ്, പിന്നെ ഒരു ടെസ്റ്റ്. ഇപ്പൊ ബ്രൗൺ പേപ്പർ ഇട്ടിട്ടും കളറൊന്നും വന്നില്ലെങ്കിൽ പിന്നെ എന്താവാനാ ചാൻസ്? വിനീഗർ ആവാൻ ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, വിനീഗർ ആവാൻ ശരിക്കും നല്ല വിനാഗിരിയുടെ സ്മെല്ല് നിങ്ങൾക്ക് കിട്ടും. ഇനി സപ്പോസ് നിങ്ങൾക്ക് വിനാഗിരിയുടെ സ്മെല്ല് കിട്ടിയില്ല എന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ തൽക്കാലം അവിടെ നിർത്തിയിട്ട് എന്ത് ചെയ്യുക? ഇതാണോ എന്ന് ടെസ്റ്റ് ചെയ്യുക. സോൾട്ടിന്റെ സൊല്യൂഷൻ എടുത്തിട്ട് കുറച്ച് ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് നല്ല വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇത് ഏതായിരിക്കും? സൾഫേറ്റ് ആയിരിക്കും. ഓക്കെ, സൾഫേറ്റ് ആണെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? നേരെ അതിന്റെ കൺഫർമേഷനിലേക്ക് പോകണം. സൊല്യൂഷൻ എടുക്കുക, ലെഡ് അസറ്റേറ്റ് ആഡ് ചെയ്യുക. അപ്പോഴും വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അപ്പൊ രണ്ട് ഐഡന്റിഫിക്കേഷനിലും കൺഫർമേഷനിലും വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ പിന്നെ അത് ഏതായിരിക്കും? സൾഫേറ്റ് ആയിരിക്കും. അപ്പൊ ഇത് ഈ പറഞ്ഞതൊന്നും കിട്ടിയില്ല നിങ്ങൾക്ക്, പ്രസിപ്പിറ്റേറ്റുകളൊന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒരു ചാൻസ് വിനാഗിരി ആവാനാണ്. ഐ മീൻ അസറ്റേറ്റ് ആവാനാണ് ചാൻസ്. അപ്പൊ ആ വിനാഗിരിയുടെ സ്മെല്ല് കിട്ടാത്തവർ എന്ത് ചെയ്യുക? ഡൗട്ട് ഉള്ളവര് ഇത് കിട്ടിയില്ലെങ്കിൽ നേരെ പോയി ഈ ടെസ്റ്റ് ചെയ്യുക. സോൾട്ട് എടുക്കുക, കുറച്ച് ന്യൂട്രൽ ഫെറിക്ലോറൈഡ്, ഫെറിക്ലോറൈഡിന്റെ ഒരു സൊല്യൂഷൻ ഉണ്ട്, അതെടുത്തിട്ട് നിങ്ങളുടെ സോൾട്ടിലേക്ക് ഒഴിക്കുക. അപ്പൊ കുറച്ച് നിങ്ങൾ ഒഴിക്കുമ്പോൾ തന്നെ ഭയങ്കര തിക്ക് റെഡ്, ഒരു ബ്ലഡ് കളർ പോലെ എന്ത് ചെയ്യും? നമ്മുടെ സൊല്യൂഷൻ മാറും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഉറപ്പിക്കാം? അസറ്റേറ്റ് ആണ് ഉറപ്പിക്കാം. ഓക്കെ, അപ്പൊ സ്മെല്ല് കിട്ടും മിക്കവാറും. കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഇത് ചെയ്യുക. സ്മെല്ല് കിട്ടിയാൽ നിങ്ങൾക്ക് എളുപ്പമാണ്. അപ്പൊ ഒന്നുകൂടി കൺഫേം ചെയ്യാൻ ചെയ്താൽ മതി. അഥവാ കിട്ടിയില്ല, വേറെ ഒന്നും ശരിയായില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കൺഫർമേഷൻ ചെയ്തു. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്? നമ്മുടെ ആദ്യത്തെ ചെയ്യേണ്ടത്. പ്രിലിമിനറി കഴിഞ്ഞു, ആനയോൺസ് കഴിഞ്ഞു. ഇനി ആനയോൺസ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ആണ് കാറ്റയോൺസ്. നമ്മൾ കാറ്റയോൺസ് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ ഈ കാറ്റയോൺസ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പ്രിലിമിനറിയിൽ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടാവും. അപ്പൊ എല്ലാവർക്കും പ്രിലിമിനറിയിൽ കിട്ടണം എന്ന് നിർബന്ധമില്ല. പ്രിലിമിനറി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കിട്ടുക അഞ്ചാമത്തെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ കിട്ടും, 3 കിട്ടും, 4 കിട്ടും, 6 കിട്ടും. ഓക്കെ, പിന്നെ എക്സ്ട്രാ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ആകെ 0 ഗ്രൂപ്പും ഫസ്റ്റ് ഗ്രൂപ്പും മാത്രമാണ്. ഓക്കെ, 1ഉം 2ഉം സെയിം ആണ്, അതുകൊണ്ട് ഗ്രൂപ്പ് 1 പഠിച്ചാൽ മതി, പിന്നെ 2 വേണ്ട. ഓക്കെ, അപ്പൊ പിന്നെ നിങ്ങൾക്ക് ആകെ ഇത്രയും ഗ്രൂപ്പാണുള്ളത്. പ്രിലിമിനറിയിൽ 4 കിട്ടാത്തവർ എന്ത് ചെയ്യണം? 0 ഗ്രൂപ്പ് ആണോ ഫസ്റ്റ് ഗ്രൂപ്പ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. 0 ഗ്രൂപ്പ് ആണോ ചെക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്. എന്ത് ചെയ്യുക? സോൾട്ടിന്റെ സൊല്യൂഷൻ എടുക്കുക, സോഡിയം കാർബണേറ്റ് ഒഴിക്കുക. ഓക്കെ, സോഡിയം കാർബണേറ്റ് സൊല്യൂഷൻ ഒഴിക്കുക. അപ്പൊ നിങ്ങൾക്ക് പ്രസിപ്പിറ്റേറ്റ് കിട്ടരുത്. ഓക്കെ, പ്രസിപ്പിറ്റേറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് പ്രസന്റ് ആണ്? അമോണിയ. അമോണിയ എന്ന് പറയുന്ന കാറ്റയോൺ പ്രസന്റ് ആണ്. പ്രസിപ്പിറ്റേറ്റ് കിട്ടുകയാണെങ്കിലോ വേറെ ഏതോ ഗ്രൂപ്പാണ്, നമുക്ക് അറിയില്ല, നമ്മൾ കണ്ടുപിടിക്കണം. 1ഓ 2ഓ 5ഓ 3ഓ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും. ഓക്കെ, ഇനി അപ്പൊ 0 ഗ്രൂപ്പും അല്ല, നിങ്ങൾക്ക് പ്രിലിമിനറിയിൽ ഒന്നും കിട്ടിയില്ല. അപ്പൊ പിന്നെ ഏതാ ചാൻസ് ഉള്ളത്? 0 അല്ല, 5 അല്ല, 3 അല്ല, 4 അല്ല, 6 അല്ല. പ്രിലിമിനറിയിൽ ഒന്നും കിട്ടിയില്ല, 0 ഗ്രൂപ്പ് ആൻസർ ചെയ്തില്ല. അപ്പൊ നിങ്ങളുടെ ചാൻസ് പിന്നെ ഏതാണ്? ഫസ്റ്റ് ഗ്രൂപ്പ് ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക? അത് കണ്ടുപിടിക്കാൻ അതും വളരെ എളുപ്പമാണ്. സോൾട്ടിന്റെ സൊല്യൂഷൻ എടുക്കുക, കുറച്ച് ഡയലൂട്ട് HCl ഒഴിക്കുക. നിങ്ങൾക്ക് എന്ത് കിട്ടും? വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് ഗ്രൂപ്പിലും സെക്കൻഡ് ഗ്രൂപ്പിലും ലെഡ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നോക്കിക്കേ, സെയിം ആണ്. അതുകൊണ്ട് പിന്നെ സെക്കൻഡ് ഗ്രൂപ്പ് ഒന്നും ഇവിടെ ചെയ്യേണ്ട കാര്യമില്ല. 0, 1, 3,
4, 5, 6 നമുക്ക് ഇത്രയാണ് ചെയ്യാനുള്ളത്. ഓക്കെ, പിന്നെ ബാക്കിയുള്ളതെല്ലാം ഓരോ 3, 4, 5, 6 ഇവരുടെ ഗ്രൂപ്പിന്റെ ടെസ്റ്റുകളാണ് ഇതെല്ലാം. ഓക്കെ, പറയുന്നതെല്ലാം ഗ്രൂപ്പിന്റെ ടെസ്റ്റുകളാണ്. അപ്പൊ ഗ്രൂപ്പിന്റെ ടെസ്റ്റ് നമുക്ക് എല്ലാം ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. നമുക്കിപ്പോ സപ്പോസ് തേർഡ് ഗ്രൂപ്പിൽ നിന്ന് തുടങ്ങാം. നമ്മൾ പ്രിലിമിനറി ചെയ്തു, നമുക്ക് അലുമിനിയാണ് കിട്ടിയത്. അലുമിനിയാണ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ പിന്നെ എന്ത് ചെയ്യുക, ആനോൺസ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും. ആനോൺസ് കണ്ടുപിടിച്ചതിന് ശേഷം ഈ പ്രിലിമിനറിയുടെ ഐഡിയ വെച്ചിട്ട് നമ്മൾ എവിടേക്ക് പോവുക, തേർഡ് ഗ്രൂപ്പ് ചെയ്യാൻ പോവുക. ഓക്കെ, തേർഡ് ഗ്രൂപ്പിന് ഗ്രൂപ്പ് ടെസ്റ്റ് ഫസ്റ്റ് ചെയ്ത് നോക്കുക. ആദ്യം അതിന്റെ സോൾട്ട് സൊല്യൂഷൻ എടുക്കുക, എന്നിട്ട് കുറച്ച് സോളിഡ് അമോണിയം ക്ലോറൈഡ്, ചിലപ്പോൾ നിങ്ങൾക്ക് ബോട്ടിൽ അവൈലബിൾ ആയിരിക്കും, അപ്പൊ അത് ഒഴിക്കുക. അതില്ലാത്തവര് നിങ്ങൾക്ക് പൊടി ഉണ്ട്, സോളിഡ് ഫോമിലും ഉണ്ട്, അത് ആഡ് ചെയ്യാം. എന്നിട്ട് കുറച്ച് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ഒഴിച്ച് ഒന്ന് ബോയിൽ ചെയ്ത് കൂൾ ചെയ്തതിന് ശേഷം അമോണിയം ഹൈഡ്രോക്സൈഡ് ഒഴിക്കുമ്പോൾ ഒരു ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. വിച്ച് മീൻസ് ഒരു പഞ്ഞിട പോലെ ഒരു ടൈപ്പ് അങ്ങനത്തെ ഒരു പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാബിൽ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതാണ് എന്ത്, അലുമിനിയത്തിന്റെ ഗ്രൂപ്പ് ടെസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് പ്രിലിമിനറിയിൽ ബ്ലൂ ആഷ് കിട്ടി. അത് കിട്ടി, നിങ്ങൾ ആനയോൺസ് കണ്ടുപിടിച്ചു. അതിനുശേഷം കാറ്റയോൺസിൽ ഈ തേർഡ് ഗ്രൂപ്പിന്റെ ടെസ്റ്റും നിങ്ങൾക്ക് കിട്ടി. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ബാക്കി പറയുന്ന 4ഉം 5ഉം ഒന്നും ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. നേരെ എന്ത് ചെയ്യുക, നമ്മുടെ തേർഡ് ഗ്രൂപ്പിന്റെ കൺഫോർമേഷനിലേക്ക് പോവുക. ഓക്കെ, തേർഡ് ഗ്രൂപ്പിന്റെ കൺഫോർമേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക്. നോക്കിക്കേ, ഗ്രൂപ്പ് 3 ഇവിടെ, ഗ്രൂപ്പ് 3. അപ്പൊ നിങ്ങൾക്ക് ഗ്രൂപ്പ് 3യുടെ ഗ്രൂപ്പ് ടെസ്റ്റ് കിട്ടി. ഇനി കൺഫോർമേഷന് ചെയ്യേണ്ട കാര്യമുള്ളൂ. അതിൽ ഒരു കൺഫോർമേഷൻ ഓൾറെഡി ഏതാണ്, നമ്മുടെ ആഷ് ആണ്, നമ്മൾ പ്രിലിമിനറിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഒരൊറ്റ ഇത് മാത്രമേ ചെയ്യാൻ ബാക്കിയുള്ളൂ. അതേതാണ്, ലീക്ക് ടെസ്റ്റ്. നിങ്ങൾക്ക് അവിടെ ഒരു പ്രസിപ്പിറ്റേറ്റ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ, ഒരു ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ്. ആ പ്രസിപ്പിറ്റേറ്റിക്ക് ഒരു 2 ഡ്രോപ്സ് ബ്ലൂ ലിറ്റ്മസ് ഒഴിക്കുക, അമോണിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനും കൂടി ഒഴിക്കുക. അപ്പൊ നിങ്ങൾക്കൊരു എന്താ പറയാ, ഒരു ചെറിയൊരു ബ്ലൂയിഷ് ഷെയ്ഡ് ഉള്ള ഒരു പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഒഴിച്ച് കളയുന്ന സമയത്താവും ചിലപ്പോൾ കാണുക ചെറിയൊരു ബ്ലൂ ഷെയ്ഡ് ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ നല്ല പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ നമുക്ക് എന്ത് മനസ്സിലാവും, ഇതാണ് എന്ന് ക്ലിയർ ആവും. പിന്നെ ആഷും ഗ്രൂപ്പ് ടെസ്റ്റും കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കാനില്ല, നമ്മുടെ ഏതായിരിക്കും, കാറ്റിയോൺ അലുമിനിയം ആയിരിക്കും. ഓക്കെ, ഇനി സപ്പോസ് നിങ്ങൾക്ക് ബ്ലൂ ആഷ് അല്ല കിട്ടിയത്, പകരം ഗ്രീൻ ആഷ് ആണ് കിട്ടിയെന്ന് വിചാരിക്കും. അപ്പൊ ഏതാണ് ഗ്രൂപ്പ്, ഫോർത്ത് ഗ്രൂപ്പ് ആണ്. ഓക്കെ, ഗ്രീൻ ആഷ് ആണെങ്കിൽ ഫോർത്ത് ഗ്രൂപ്പ് ആണ്. ഓക്കെ, അപ്പോ ഈ ഫോർത്ത് ഗ്രൂപ്പ് ആണെങ്കിൽ ഏതാണ് നമ്മുടെ കാറ്റയോൺ ആവാനുള്ള ചാൻസ്, ഏതാണ്, നമ്മുടെ സിങ്ക് ആണ് നമ്മുടെ കാറ്റയോണിനുള്ള ചാൻസ്. ഓക്കെ, അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിന്റെ ഗ്രൂപ്പ് ടെസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് ഗ്രീൻ ആഷ് ആണെങ്കിൽ ഏതായിരുന്നു, സിങ്ക് ആണ് അല്ലെ, ഗ്രൂപ്പ് 4ൽ വരുന്ന സിങ്ക് ആണ്. അപ്പൊ സിങ്കിന്റെ ഗ്രൂപ്പ് ടെസ്റ്റ് ചെയ്യണം. അപ്പൊ സിങ്കിന്റെ ഗ്രൂപ്പ് ടെസ്റ്റ് നോക്കിയാൽ നിങ്ങളുടെ സ്കീമിൽ ആഡ് H2S എന്ന് എഴുതിയിരിക്കണേ, ടു ദി എബവ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താ, തേർഡ് ഗ്രൂപ്പിന്റെ ടെസ്റ്റിൽ എടുത്ത അതേ സാധനങ്ങൾ ആഡ് ചെയ്തിട്ട്, അപ്പൊ നിങ്ങൾക്ക് വരിഞ്ചലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് കിട്ടില്ല. അപ്പൊ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് H2Sന്റെ സൊല്യൂഷനും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ഡേർട്ടി വൈറ്റ് കളർ, അതായത് ഒരു ഓഫ് വൈറ്റ് എന്നൊക്കെ പറയാൻ ചിലപ്പോ, അതായത് ഒരു ചെറിയൊരു ക്രീം ടച്ച് ഉള്ള ഒരു വൈറ്റ് കളർ, ചിലപ്പോൾ ഒരു ആഷ് കളർ ടച്ച് ഒക്കെ ഉള്ള ഒരു വൈറ്റ് കളർ കിട്ടും. അല്ല, പ്യുവർ വൈറ്റ് ആയിരിക്കില്ല. അതാണ് ഡേർട്ടി വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. അപ്പൊ ഇത് കിട്ടിയ ഏത് ഗ്രൂപ്പാ, ഫോർത്ത് ഗ്രൂപ്പ് ആയിട്ടുള്ള സിങ്ക് ആണ്. അപ്പൊ ഇനി എന്ത് ചെയ്യണം, ആ നിങ്ങളുടെ നെക്സ്റ്റ് പേജിൽ ഫോർത്ത് ഗ്രൂപ്പിന്റെ, അതായത് സിങ്കിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് കിടക്കുന്നത് ഇതിന്റെ താഴെ ഇത് വേണം പിന്നെ ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഒരു പ്രസിപ്പിറ്റേറ്റ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഗ്രൂപ്പ് ടെസ്റ്റ് ചെയ്തത്, അതിനെ നന്നായി മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, 2 ഡിഫറെന്റ് ടെസ്റ്റ് ട്യൂബിൽ ആക്കുക. ആദ്യത്തേക്ക് എന്തൊഴിക്കുക, നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എഗെയിൻ നല്ലൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് തന്നെ കിട്ടും. അത് എന്തിൽ ഡിസോൾവ് ചെയ്ത് പോവും, കുറച്ചും കൂടി NaH സൊല്യൂഷൻ ഒഴിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അതിൽ എന്താ പറയാ, സോല്യൂബിൾ ആയിട്ട് പോവും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഉറപ്പിക്കാം, സിങ്ക് ആണെന്ന് ഉറപ്പിക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ടിൽ എന്ത് ചെയ്യാം, കുറച്ച് അമോണിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഫെറോസൈനൈഡ് ഒഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു ബ്ലൂയിഷ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഈ പറഞ്ഞതിന്റെ ചെറിയൊരു ബ്ലൂ ടച്ച് ഉള്ള ഒരു പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഇനി അതാണ് 2 ടെസ്റ്റുകൾ. പിന്നെ എന്താ, മൂന്നാമത്തെ കൺഫർമേഷൻ ഏതാ, ആഷ്. അത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ആഷും പിന്നെ അതുപോലെ ഗ്രൂപ്പ് ടെസ്റ്റും ആൻസർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് കൺഫേം ആവും
അപ്പൊ എന്ത് ചെയ്യാ, പിന്നെ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്തിട്ട് ഏറ്റവും എളുപ്പം ഏതാ, ഫസ്റ്റ് പാർട്ടിക്ക് NaOH ആഡ് ചെയ്യാനല്ലേ. അപ്പൊ എന്ത് ചെയ്യാ, ഇതിലേക്ക് വേഗം സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്തിട്ട് പിന്നെ കുറച്ചും കൂടി എക്സസ് ആയിട്ട് ഒഴിക്കുന്ന സമയത്ത് പ്രസിപ്പിറ്റേറ്റ് കംപ്ലീറ്റ് ആയിട്ട് പോകും. നിങ്ങൾക്ക് ഏത് കിട്ടി, നമ്മുടെ ഫോർത്ത് ഗ്രൂപ്പ് കിട്ടി. ഇനി നിങ്ങൾക്ക് സപ്പോസ് നിങ്ങൾക്ക് പിങ്ക് കളർ ആഷ് ആണ് കിട്ടിയെന്ന് വിചാരിക്കാം. പിങ്ക് കളർ ആഷ് ആണെങ്കിൽ ഏതാ ഓപ്ഷൻ, ഇതാണ്, സിക്സ്ത് ഗ്രൂപ്പാണ്. ഞാൻ അവിടെ ഫിഫ്ത് ഗ്രൂപ്പ് പറഞ്ഞിട്ടില്ല, അത് ഒരുമിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോ സപ്പോസ് നിങ്ങൾക്ക് ഒരു ചെറിയൊരു പിങ്ക് ടച്ച് ഉള്ള ഒരു ഫ്ലെയിം ആണ്, ഐ മീൻ ആഷ് ആണ് കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സിക്സ്ത് ഗ്രൂപ്പിന്റെ ഗ്രൂപ്പ് ടെസ്റ്റ് ചെയ്യണം. ഈ കോളത്തിൽ ഇതിലുള്ളതെല്ലാം ഇന്റർ ഗ്രൂപ്പ് സെപ്പറേഷൻ എന്ന് പറഞ്ഞു എഴുതിയതെല്ലാം ഗ്രൂപ്പുകളുടെ ടെസ്റ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാ ഗ്രൂപ്പിലും ഇപ്പോൾ ഫിഫ്ത് ഗ്രൂപ്പിൽ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ഓരോ കാറ്റഗോണേ പഠിക്കാനുള്ളൂ. പക്ഷെ ഹയർ ഗ്രേഡ്സിലേക്കൊക്കെ പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഒരു ഗ്രൂപ്പിൽ തന്നെ നാലും അഞ്ചും നമ്മുടെ ഫിഫ്ത് ഗ്രൂപ്പ് പോലെ തന്നെ കുറെ എണ്ണം കിടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഗ്രൂപ്പ് ടെസ്റ്റ് തന്നിരിക്കുന്നത്. ദിസ് ഇസ് ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, അഗെയിൻ നമ്മുടെ സോൾട്ടിന്റെ സൊല്യൂഷൻ എടുക്കുക. ഇത് കുറച്ച് പിഞ്ച് ഓഫ് അമോണിയം ക്ലോറൈഡ്, കുറച്ച് അമോണിയം ക്ലോറൈഡ് ആഡ് ചെയ്യുക. എന്നിട്ട് അമോണിയ സൊല്യൂഷൻ അല്ലെങ്കിൽ അമോണിയം ഹൈഡ്രോക്സൈഡ്, നമ്മുടെ ലാബിൽ അമോണിയം ഹൈഡ്രോക്സൈഡ് ചില ബോട്ടിൽ എഴുതിയിട്ടുണ്ട്, ചില ബോട്ടിൽ അമോണിയ സൊല്യൂഷൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. രണ്ടും സെയിം ആണ്. ഓക്കെ, അതൊഴിക്കുക. എന്നിട്ട് അതിലേക്ക് എന്തൊഴിക്കുക, എക്സസ് ആയിട്ട് അമോണിയം ഫോസ്ഫേറ്റ് ഒഴിക്കുക. അപ്പൊ എക്സസ് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് അധികം ഒഴിക്കണം. ഓക്കെ, എന്നാലാണ് ആ പ്രസിപ്പിറ്റേറ്റ് അവിടെ ഫോം ചെയ്യുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും, ഗ്രൂപ്പ് 6 ആണ്, മെഗ്നീഷ്യ ആയിരിക്കും. ഗ്രൂപ്പ് 6 ആണെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, ഇപ്പുറത്തെ പേജിൽ ഗ്രൂപ്പ് 6ന്റെ കൺഫോർമേഷനിലേക്ക് പോവുക. എവിടെയാ ഗ്രൂപ്പ് 6ന്റെ കൺഫോർമേഷൻ, ഇവിടെ. ഇത് വളരെ എളുപ്പമാണ്. അതായത് ചിലപ്പോൾ ആഷ് അധികം നന്നായി കിട്ടിയിട്ടില്ലെങ്കിലും സോൾട്ട് സൊല്യൂഷൻ എടുക്കുക, അതിലേക്ക് മാഗ്നറ്റ്സ് ആൻഡ് റിയേജന്റ് ആഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് നല്ല എന്താ പറയുക, നല്ല ബ്ലൂ കളറിലുള്ള പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അപ്പൊ അതിന് എന്ത് കൺഫേം ചെയ്യാം, നിങ്ങളുടെ കാറ്റയോൺ മെഗ്നീഷ്യ ആണെന്ന് കൺഫേം ചെയ്യാം. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് ആഷ് കിട്ടിയതേ ഇല്ല വിചാരിക്കാം. അപ്പൊ നിങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യണം, ഫ്ലെയിം ചെയ്യണം. ഒന്നില്ലെങ്കിൽ ആഷ് ആദ്യം ചെയ്യുക, അല്ലെങ്കിൽ ഫ്ലെയിം ആദ്യം ചെയ്യുക. സോ എപ്പോഴും ഒരു കാര്യം പറയാനുള്ളത്, ആഷും ഫ്ലെയിമും രണ്ടും കൂടി ഒരുമിച്ച് കിട്ടില്ല നിങ്ങൾക്ക്. ഓക്കെ, ആഷ് കിട്ടിയവർക്ക് ഫ്ലെയിം കിട്ടില്ല, ഫ്ലെയിം കിട്ടിയവർക്ക് ആഷ് കിട്ടില്ല. ഇത് രണ്ടും കിട്ടാത്തവർക്ക് ഒന്നില്ലെങ്കിൽ സീറോ ഗ്രൂപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സപ്പോസ് ഫ്ലെയിം കിട്ടിയെന്ന് വിചാരിക്കാം, ഗ്രീൻ ഫ്ലെയിം ആണ് കിട്ടിയ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഫ്ലെയിം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഫിഫ്ത് ഗ്രൂപ്പിന് ഈ ബേരി ആണെങ്കിലും ഏത് കളർ ഫ്ലെയിം കിട്ടിയാലും, പച്ച ആയാലും ചോപ്പ് ആയാലും അതുപോലെ തന്നെ ഭയങ്കര തിക്കായിട്ടുള്ള ക്രിംസൺ റെഡ് ആയാലും ഏത് ഗ്രൂപ്പാണ് ഇവരെല്ലാരും, ഫിഫ്ത് ഗ്രൂപ്പിലാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രിലിമിനറിന്ന് കിട്ടിയ ഐഡിയ വെച്ചിട്ട് ഫിഫ്ത് ഗ്രൂപ്പിന്റെ ടെസ്റ്റ് ചെയ്യണം. ആദ്യം സോൾട്ടിന്റെ സൊല്യൂഷൻ എടുക്കണം, എന്നിട്ട് അമോണിയം ക്ലോറൈഡ് ആഡ് ചെയ്യണം. അമോണിയം ക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം സാച്ചുറേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ആഡ് ചെയ്യുക, സൊല്യൂഷൻ സാച്ചുറേറ്റഡ് ആവുന്ന രീതിയിൽ ആഡ് ചെയ്യുക. എന്നിട്ട് കുറച്ച് അമോണിയ സൊല്യൂഷൻ ഓർ അഗെയിൻ അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുക. എന്നിട്ട് അമോണിയം കാർബണേറ്റിന്റെ സൊല്യൂഷൻ ആഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഫ്ലെയിമിന്റെ ഒരു കളറും കിട്ടി, ഫിഫ്ത് ഗ്രൂപ്പിന്റെ ടെസ്റ്റും ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ബേരി ആയിരിക്കും. ഓക്കെ, ഗ്രീൻ കളറും ഫിഫ്ത് ഗ്രൂപ്പും കിട്ടിയ ബേരി ആയിരിക്കും. അതല്ല ഇനി ഒരു ഓറഞ്ച് റെഡ് കളറും പിന്നെ ഈ ഫിഫ്ത് ഗ്രൂപ്പിന്റെ ടെസ്റ്റും കിട്ടിയ കാൽഷ്യ ആയിരിക്കും. നല്ലൊരു റെഡ് കളറും ഈ ഫിഫ്ത് ഗ്രൂപ്പിന്റെ ടെസ്റ്റും കിട്ടിയ ഏതായിരിക്കും, സ്ട്രോൺഷ്യ ആയിരിക്കും. അപ്പൊ എന്തായാലും ഫിഫ്ത് ഗ്രൂപ്പിന്റെ ഈ ടെസ്റ്റ് ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഫിഫ്ത് ഗ്രൂപ്പിന്റെ കൺഫോർമേഷൻസ് ചെയ്യാൻ പോണം. ഓക്കെ, അപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട് ഡിവൈഡ് ദ പ്രസിപ്പിറ്റേറ്റ് ഇൻ ടു 3 പാർട്സ് എന്ന്. അത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം എന്ന ആൻസർ കിട്ടാത്തപ്പോൾ ആണ് മൂന്നാക്കി കൺവേർട്ട് ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇത് മാത്രം ചെയ്താൽ മതി. ഓക്കെ, അതല്ല നിങ്ങൾക്ക് ക്രിംസൺ റെഡാ കിട്ടിയത് എന്ന് വിചാരിക്കാം. ഓക്കെ, ക്രിംസൺ റെഡ് അങ്ങനെയാണെങ്കിൽ ഈ സെക്കൻഡ് പാർട്ട് മാത്രം ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ബ്രിക്ക് റെഡ്, അതായത് ഒരു ഓറഞ്ച് ഷെയ്ഡ് ഫ്ലെയിമാ കിട്ടിയെങ്കിൽ ഇത് മാത്രം ചെയ്താൽ മതി. അതായത് തേർഡ് പാർട്ടിക്ക് അമോണിയം ഓക്സലേറ്റ് ആഡ് ചെയ്യാം. അല്ലാതെ ഇത് പിന്നെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഫ്ലെയിമിന്റെ കളർ കിട്ടിയാൽ ഗ്രീൻ ആണെങ്കിൽ ആദ്യത്തെ പാർട്ട് എടുക്കുക, അതിലേക്ക് പൊട്ടാസ്യം ക്രോമേറ്റ് ആഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എന്ത് കൺഫേം ചെയ്യാം, ബേരിയം കൺഫേം ചെയ്യാം. പിന്നെ ഓൾറെഡി ഫ്ലെയിം നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ അത് പിന്നെ രണ്ടാമത് ചെയ്ത് നോക്കണം കാര്യമില്ല. അതല്ല നിങ്ങൾക്ക് ക്രിംസൺ റെഡ് ഫ്ലെയിം ആണ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുക, ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക, അതിലേക്ക് അമോണിയം സൾഫേറ്റ് ആഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അപ്പൊ സ്ട്രോൺഷ്യ ആണ്. ഇനി ബ്രിക്ക് റെഡ് ആണെങ്കിലോ,
അതിലേക്ക് മീൻസ് നമ്മുടെ പ്രസിപ്പിറ്റേറ്റിക്ക് അമോണിയം ഓക്സലേറ്റ് ആഡ് ചെയ്യുക. അപ്പൊ അഗെയിൻ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ അത് കാൽഷ്യം. ഓക്കെ, അപ്പൊ ഈ ഫ്ലെയിം തന്നെ കിട്ടും. പിന്നെ ഈ ടെസ്റ്റും കൂടി ചെയ്യുക, ഗ്രൂപ്പ് ടെസ്റ്റും ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കാറ്റോൺ അതിന്ന് കൺഫേം ആയി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ കാറ്റോൺസ് കണ്ടുപിടിക്കേണ്ടത്. ഇതില് ഇപ്പൊ ആഷും കിട്ടി, അതുപോലെ ഫ്ലെയിമിന്റെ കാര്യവും പറഞ്ഞു. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ ഏതായിരിക്കും? ഒന്നില്ലെങ്കിൽ നമ്മുടെ സീറോ ഗ്രൂപ്പ് ആയിരിക്കും, അല്ലെ? സീറോ ഗ്രൂപ്പ് ഇങ്ങനെയാണ്: സോൾട്ടിന് സൊല്യൂഷൻ എടുക്കുക, സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യുമ്പോൾ പ്രസിപ്പിറ്റേറ്റ് കിട്ടുകയില്ല നിങ്ങൾക്ക്. അങ്ങനെയാണെങ്കിൽ അമോണിയ ആണ്. അപ്പൊ അമോണിയത്തിന്റെ കൺഫർമേഷൻ ചെയ്യാൻ എവിടേക്ക് പോകണം? ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പ് സീറോയും വണ്ണും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐഡന്റിഫിക്കേഷൻ ചെയ്യാൻ എന്ത് ചെയ്യുക? സോൾട്ടിന് സൊല്യൂഷൻ എടുക്കുക, കുറച്ച് സോഡിയം ഹൈഡ്രോക്സൈഡ് ഒഴിച്ച് ഹീറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് നല്ല നല്ല കുത്തണ അമോണിയയുടെ സ്മെല്ല് വരും. അപ്പൊ അത് ഐഡന്റിഫിക്കേഷൻ ആയി. പിന്നെ കൺഫർമേഷൻ കുറച്ചും കൂടി ഈസിയാണ്. നമ്മുടെ സോൾട്ടിന്റെ സൊല്യൂഷനിലേക്ക് കുറച്ച് നെസ്ലസ് റിയേജന്റ് ആഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് നല്ല ബ്രൗൺ കളർ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സീറോ ഗ്രൂപ്പും കിട്ടി. ഇനി നിങ്ങൾക്ക് സീറോവും കിട്ടിയില്ല വിചാരിക്കുക, നിങ്ങൾക്ക് ആഷ് കിട്ടിയില്ല, ഫ്ലെയിം കിട്ടിയില്ല, സീറോ ഗ്രൂപ്പും അല്ല. അപ്പൊ പിന്നെ ഏതായിരിക്കും? ഫസ്റ്റ് ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, ഇത് ഫസ്റ്റ് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സോൾട്ട് സൊല്യൂഷനിക്ക് ഡയലൂട്ട് HCl ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും? വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയിട്ടുണ്ടാവും. ആ പ്രസിപ്പിറ്റേറ്റിനെ രണ്ട് പാർട്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊരു പാർട്ട്, ഇത് ഫസ്റ്റ് പാർട്ട്, ഇത് സെക്കൻഡ് പാർട്ട്. അപ്പൊ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പം എന്ത് ചെയ്യുക? ഒരു പാർട്ടിക്ക് ഫസ്റ്റ് പൊട്ടാസ്യം ക്രോമൈറ്റ് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് നല്ല യെല്ലോ കളർ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. പക്ഷെ ഈ ടെസ്റ്റിന് ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ നല്ല ഭയങ്കര ഭംഗിയുള്ള ഒരു ടെസ്റ്റ് കിട്ടും നമുക്ക്. അപ്പൊ ടീച്ചേഴ്സ് ഓട്ടോമാറ്റിക്കലി ഈ ഗ്രൂപ്പ് കിട്ടിയവരോട് ഗോൾഡൻ സ്പാങ്കിൾ ടെസ്റ്റ് നിങ്ങളോട് ചെയ്ത് കാണിച്ചു തരാൻ പറയും. അപ്പൊ അത് നിങ്ങൾക്ക് അറിയണം. നിങ്ങൾക്ക് ലെഡ് ആണെന്ന് മനസ്സിലാക്കാൻ കുറച്ചും കൂടി എളുപ്പം ഈ ടെസ്റ്റ് ചെയ്യാണ്. പക്ഷെ ഈ ടെസ്റ്റ് നിങ്ങളോട് ചെയ്ത് കാണിക്കാൻ പറയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് കിട്ടിയ പ്രസിപ്പിറ്റേറ്റിലേക്ക് പൊട്ടാസ്യം അയഡൈഡ് സൊല്യൂഷൻ ഒഴിക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഹീറ്റ് ചെയ്യാം. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? അതിനെ ഒന്നല്ലെങ്കിൽ ഒരു ബീക്കറിൽ ഇറക്കി വെച്ചിട്ട് കൂൾ ചെയ്യുക, അല്ലെങ്കിൽ പൈപ്പിന്റെ ചുവട്ടിൽ കാണിച്ചിട്ട് കൂൾ ചെയ്യാം. അപ്പൊ ആ ഒരു കൂളിംഗ് നടക്കണതിന്റെ കൂടെ തന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് വരും? നല്ല ഭംഗിയുള്ള ഗിൽട്ട് പോലെ ഉള്ള ഗോൾഡൻ സ്പാങ്കിൾസ് വരും. ഓക്കെ, അപ്പൊ അതാണെങ്കിൽ എന്തുറപ്പിക്കാം നമുക്ക്? നമ്മുടെ ലെഡ് ആണ്, അതായത് ഫസ്റ്റ് ഗ്രൂപ്പ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? എല്ലാ ആനിയോൺസും എല്ലാ കാറ്റയോൺസും നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഒന്നും കൂടി പറയാണ്, ഫസ്റ്റ് ചെയ്യുന്നത് പ്രിലിമിനറി അനാലിസിസ്. ഇതൊന്ന് കുറെ ഇൻഫോർമേഷൻസ് കിട്ടും, അവിടെ വെക്കുക, ആനിയോൺസ് കണ്ടുപിടിക്കുക, എന്നിട്ട് നേരെ എവിടേക്ക് പോവുക? നമ്മുടെ കാറ്റയോണിന്റെ ഇപ്പൊ ഇവിടുന്ന് കിട്ടിയ ഇൻഫോർമേഷൻ അനുസരിച്ച് അതിന്റെ മാത്രം ഗ്രൂപ്പ് ടെസ്റ്റ് ചെയ്യുക, പിന്നെ അതിന്റെ കൺഫർമേറ്ററി ചെയ്യുക, ഐഡന്റിഫിക്കേഷൻ ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? സോൾട്ട് അനലൈസ് ചെയ്യേണ്ടത്.